രാജ്യത്ത് വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും അവരുടെ നടുനായകത്വം വഹിക്കുന്ന നരേന്ദ്രമോദിക്കും നേരെ പല കൈകളും നീണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദം. രാമക്ഷേത്രത്തിലേക്ക് സംഭാവന കിട്ടിയ പൈസയും സ്വർണവും വെള്ളിയുമൊക്കെ ചില കുബുദ്ധികൾ അടിച്ചു മാറ്റി എന്ന ആരോപണം വെറും ആരോപണമല്ല, സാമാന്യം കാതലുള്ള തെളിവുള്ള ആരോപണമാണ്. അത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഈ സ്വർണ്ണക്കളവ് എന്ന് പറഞ്ഞ സഖാക്കൾക്ക് മാത്രമല്ല സംഖ്യകൾക്കും സാധിക്കും എന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യം കൂടി അതിനകത്തുണ്ട്. അതുകൂടാതെ നീറ്റ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നുമായിട്ടും ബന്ധപ്പെട്ടു മറ്റുമൊക്കെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ രാജ്യത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2014 അല്ലെങ്കിൽ 2019 ഈവൻ 2024 ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല രാജ്യത്തുള്ളത്. മറുഭാഗത്തും കാര്യങ്ങൾ ഒട്ടും തന്നെ സുഖകരമല്ല. കാരണം പല പാർട്ടികളും പിളരുകയോ തകരുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അണ്ണാ-ഡി-എം-കെ എന്ന് പറഞ്ഞ പാർട്ടി, അതിൽ നിന്ന് എം.എൽ.എമാരും നേതാക്കന്മാരൊക്കെ അടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ടി.വി.കയിലേക്ക് പോകും. NCP ഒരു തവണ പിളർന്നാണ്, ഒന്നുകൂടി പിളരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ശിവസേനയുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല. അതിലും വലിയൊരു വിഭാഗം ആളുകൾ പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന തിരക്കിലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പരമദയനീയമാണ്. മമതാ ബാനർജിയുടെ ഓഫീസ് നഷ്ടപ്പെട്ടു. പാർലമെൻറ്റ് അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർ കൂറുമാറി. രാജ്യസഭാ അംഗങ്ങളിൽ ഏതാനും പേർ രാജിവെച്ചു. MLA-മാരിൽ ബഹുഭൂരിപക്ഷം ചേർന്ന് അവർ മമതാ ബാനർജിയെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവരാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. മിക്കവാറും ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പേരും ഒക്കെ ഋതബ്രത ബാനർജി കൊണ്ടുവന്ന അവസ്ഥയിലാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ ചേർത്ത് നിർത്താൻ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരും ഇന്ത്യ സഖ്യത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമായ പിന്തുണ ഉറപ്പിച്ചു നിർത്താൻ കഴിവുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു വ്യക്തിയെന്ന് പറയുന്നത് പാർട്ടിയുടെ പരമോന്നത നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഗാന്ധീവം എടുത്ത് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്തത്. പക്ഷേ ഗാന്ധീവം അവിടെ തന്നെ ഉണ്ട്, ആളെ കാണാനില്ല എന്നുള്ളതാണ് അവസ്ഥ. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനെ കാണാനില്ല, ശ്രീകൃഷ്ണനെ പണ്ട് തൊട്ടേ കാണാനില്ല. അർജുനൻ എവിടെ, രാഹുൽ ഗാന്ധി എവിടെയെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കോൺഗ്രസ് നേതാക്കൾക്കും അറിയില്ല, കുടുംബാംഗങ്ങൾക്കും അറിയില്ല. പുള്ളിയെ വല്ലൊരു അപായപ്പെടുത്തിയതാണോ എന്നുകൂടി സംശയമുണ്ട്. ആളെക്കുറിച്ച് യാതൊരു ധാരണയില്ല. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ആരും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം അറിയാവുന്നവർ പറയുന്നത് പുള്ളി കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുമെന്നാണ്. മുമ്പ് ഇതുപോലെ ഒരിക്കലും അദ്ദേഹത്തെ കാണാതെ ഉണ്ട്. അന്ന് ഈ ഒരു മലേഷ്യൻ വിമാനം കാണാതെ പോയ പോലെയാണ് രാഹുൽ ഗാന്ധിയെ കാണാതെ എന്നൊക്കെ BJP-കാർ പരിഹസിച്ചു. പക്ഷേ മലേഷ്യൻ വിമാനം പോലെയല്ല, പുള്ളി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു. അപ്പോൾ ഇടയ്ക്ക് പുള്ളി ഇങ്ങനെ പട്ടായക്ക് പോകുന്ന പരിപാടിയുണ്ട്, ഇടയ്ക്ക് ഇറ്റലിക്ക് പോകും, ഇടയ്ക്ക് അമേരിക്കയ്ക്ക് പോകും, ഇടയ്ക്ക് ആരും അറിയാതെ അങ്ങോട്ട് മുങ്ങുന്ന സ്വഭാവമുണ്ട്. വിപസന ധ്യാനത്തിനാണ് പോയത് എന്നൊക്കെ പണ്ട് കേട്ടു. ഇപ്പോൾ ധ്യാനത്തിൻ്റെ അടുത്ത എഡിഷനിൽ പങ്കെടുക്കാൻ പോയതാണോ നമുക്കറിയില്ല. അതോ ഇനി വല്ലൊരു തട്ടിക്കൊണ്ടു പോയതാണോ അതും വ്യക്തമല്ല. ഇനി അദ്ദേഹത്തെ ആരെങ്കിലും അപായപ്പെടുത്തുമോ അതിനെക്കുറിച്ചും ഒരു ധാരണയില്ല. രാഹുൽ ഗാന്ധി അല്ലേ, ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴായാലും വരും എന്നൊരു നിലപാടാണ് കുടുംബാംഗങ്ങൾക്കുള്ളത്. പരാതി കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വയോധികയായ അല്ലെങ്കിൽ രോഗാതുരിയായ മാതാവിനോട് കൊടുക്കാനായിട്ട്. രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ടുള്ള കുട്ടികളുമില്ല. അതുകൊണ്ട് ബന്ധുക്കളാരും പരാതി കൊടുക്കാനുള്ള സാഹചര്യമില്ല. ഇദ്ദേഹത്തെ കാണാനുമില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലീസിന് പണ്ടേ വിശ്വാസവുമില്ല, അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ടത് പോലീസ് ഒരുപക്ഷെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയാണുള്ളത്. ഇപ്പോൾ ഡൽഹിയിൽ BJP-കാർ എമ്പാടും പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പടമായിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ശ്രീ രാഹുൽ ഗാന്ധി, ബ്രാക്കറ്റിൽ വയസ്സ്, കഴിഞ്ഞ ഇത്രാം തീയതി മുതൽക്ക് ഡൽഹിയിൽ നിന്ന് കാണാതായിരിക്കും. കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള കോൺഗ്രസ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുക. എന്നിട്ട് പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു പരിസ്ഥിതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉള്ളത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. അദ്ദേഹം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പാർട്ടി. പക്ഷേ ഈ സമരം നടക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം രാജ്യത്ത് ഏറ്റവും അനിവാര്യമായ സമയത്ത് കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ ആശങ്കാകുലരാക്കുന്ന ഒരു സാഹചര്യം. രാഹുൽ ഗാന്ധി അധികം വൈകാതെ തിരിച്ചു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വേണമെങ്കിൽ പത്രത്തിലൊരു പരസ്യം കൊടുത്തു നോക്കാവുന്നതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പടം വെച്ച്, പ്രിയ സഹോദര രാഹുൽജി വേഗം തിരിച്ചു വരും. അങ്ങയെ കാണാതെ രാജ്യത്ത് നല്ല ലോകത്തെമ്പാടുമുള്ള കോൺഗ്രസ്സുകാർ ഖിന്നരായി വിഷമിച്ച് വിഷാദിച്ചിരിക്കുകയാണ്.
ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കും, ഉടനെ മടങ്ങി വരും എന്ന് പറഞ്ഞൊരു ഒരു പരസ്യം കൊടുക്കുകയാണെങ്കിൽ പുള്ളി അത് മിക്കവാറും എവിടെയെങ്കിലും ഇരുന്ന് കാണുകയും കേൾക്കുകയും അറിഞ്ഞു പിടിച്ച് വരികയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പ്രത്യാശ. ആ, പൈസ ഇത് പരസ്യത്തിന് പൈസ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല. മനോരമ, മാതൃഭൂമിയുള്ള പത്രങ്ങൾ തീർച്ചയായിട്ടും പണം വാങ്ങാതെ തന്നെ ഈ പരസ്യം പ്രസിദ്ധീകരിക്കും. അപ്പോൾ പൊതു താല്പര്യത്തെ മുൻനിർത്തിയിട്ട് ഇങ്ങനൊരു പരസ്യം കൊടുത്തത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ജയ് ഹിന്ദ്.